ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. ഏതൊക്കെ ക്ലാസുകൾ ഉണ്ട് എന്നറിയാൻ ചാനലിന്റെ ഹോം പേജിൽ രണ്ടാമതായി മെമ്പേഴ്സ് ഒൺലി വീഡിയോ പരിശോധിക്കുക. ഈ ആരോൾ ക്ലിക്ക് ചെയ്താൽ മുഴുവൻ വീഡിയോയുടെ ലിസ്റ്റും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ആധുനിക ഇന്ത്യയുടെ ശില്പി ആരാണ്? ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആകരുത്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനവും ജനുവരി 26. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭാരതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭാരതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പരമാധികാര, സ്ഥിതി, സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഒന്നുകൂടി പറയാം. പരമാധികാര, സ്ഥിതി, സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. അതാണ് ഭാരതം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ. ഇദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ 2021 കണക്കുകൾ പ്രകാരം 12 പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ് ആണുള്ളത്. 25 ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ 470ഓളം അനുച്ഛേദങ്ങളും 105 ഭേദഗതികളുമാണ് ഉള്ളത്. അപ്പോൾ 2021 കണക്കുകൾ പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകളും 25 ഭാഗങ്ങളും 470ഓളം അനുച്ഛേദങ്ങളും 105 ഭേദഗതികളുമാണ് ഉള്ളത്. അപ്പോൾ അവസാനം ഭേദഗതി നടത്തിയത് 2021 ആഗസ്റ്റ് 10. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഈ മൗലിക അവകാശങ്ങൾ ഏതാണെന്ന് പറയാം. അത് ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുമാണ് പറയാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ ഏതാണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇത്രയും നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. ഒന്നുകൂടി പറയാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇത്രയും നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. ഇനി ഓരോ അവകാശങ്ങളും ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത് എന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പ്രതിപാദിക്കുന്നത് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ്. നെക്സ്റ്റ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി
ഇനി ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അപ്പോൾ ആർട്ടിക്കിൾ 23 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഏകദേശം ഈ ആർട്ടിക്കിൾ കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. ഈ രീതിയിലെങ്കിലും ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. 23 24 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ചാണ്. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്താണ് പ്രതിപാദിക്കുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. നെക്സ്റ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 29 30 ആർട്ടിക്കിൾ 29 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇനി ലാസ്റ്റ്, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32 മുതൽ 35 വരെയാണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 14 to 18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 to 22. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29 30. ലാസ്റ്റ്, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പോൾ മൗലിക അവകാശത്തിന്റെ ഒരു പ്രത്യേകത അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിലനിർത്തേണ്ട അവകാശങ്ങളാണ് ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ. അതാണ് മൗലിക അവകാശത്തിന്റെ പ്രത്യേകതകൾ. കാലത്ത് പോലും നിലനിർത്തേണ്ട അവകാശം ഏതാണ്? അതാണ് മൗലിക അവകാശങ്ങൾ. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. ഇത് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 15. അപ്പോൾ അനുച്ഛേദം 15 പ്രതിപാദിക്കുന്നത് എന്താണ്? നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇനി അനുച്ഛേദം 16 പ്രതിപാദിക്കുന്നത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെക്കുറിച്ചാണ്. പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 16. അങ്ങനെയാണെങ്കിൽ അനുച്ഛേദം 17 എന്താണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അനുച്ഛേദം 17. ഇനി അനുച്ഛേദം 20 എന്താണ്? കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഇത് പ്രതിപാദിക്കുന്നതാണ് അനുച്ഛേദം 20. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് അനുച്ഛേദം 20 പ്രതിപാദിക്കുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 21A. അത് പ്രതിപാദിക്കുന്നത് 6 മുതൽ 14 വയസ്സുവരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A. 6 മുതൽ 14 വയസ്സുവരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ന്യായമായ അറസ്റ്റും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം. ഇത് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 22. അന്യായമായ അറസ്റ്റും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 22. മറ്റൊരു ഇമ്പോർട്ടന്റ് അനുച്ഛേദം 24. ഇത് പ്രതിപാദിക്കുന്നത് ബാലവേല നിരോധനമാണ്. അപ്പോൾ ബാലവേല നിരോധനം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 24. അപ്പോൾ ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ ഒന്നുകൂടി പറയാം. അനുച്ഛേദം 21 പ്രതിപാദിക്കുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. അനുച്ഛേദം 15 നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. അനുച്ഛേദം 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 20 കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. അനുച്ഛേദം 21A 6 മുതൽ 14 വയസ്സുവരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അനുച്ഛേദം 22 അന്യായമായ അറസ്റ്റും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം. അനുച്ഛേദം 24 ബാലവേല നിരോധനം. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളിൽ ഒന്നായ സ്വത്തവകാശം നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? മൗലിക അവകാശങ്ങൾ ഒന്നായിരുന്നു സ്വത്തവകാശം. ഇത് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1978 44-ാം ഭേദഗതിയാണ് മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. 1978 44-ാം ഭേദഗതി എന്താണ്? മൗലിക അവകാശങ്ങളിൽ ഒന്നായ സ്വത്തവകാശം നീക്കം ചെയ്ത ഭേദഗതിയാണ് ഇത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ
പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ പറയുന്ന പേര് എന്താണ്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കൊക്കെയാണ്? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം ഉള്ളത് ആർക്കൊക്കെയാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 3. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം 4A ആണ്. അപ്പോൾ കൺഫ്യൂഷൻ ആകരുത്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം 3 ആണ്. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം 4A ആണ്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം 6 ആണ്. കർത്തവ്യങ്ങളുടെ എണ്ണം 11 ആണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ 6 മൗലിക കർത്തവ്യങ്ങൾ 11 ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1976 42 ഭേദഗതിയാണ്. 1976 42 ഭേദഗതി എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 1976 42 ഭേദഗതി. അപ്പോൾ ഈ ഭേദഗതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭേദഗതി കൂടിയാണ് 1976 42 ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ്? അല്ലെങ്കിൽ ഏത് ഭേദഗതിയാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42 ഭേദഗതിയാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 42 ഭേദഗതിയെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്. ക്ഷേമരാഷ്ട്രം രൂപീകരിക്കാൻ കഴിയുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ക്ഷേമരാഷ്ട്രം രൂപീകരിക്കാൻ കഴിയുന്ന ഭരണഘടനയിലെ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗവും നിർദ്ദേശക തത്വങ്ങളാണ്. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം 4 ആണ്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4. ഇനി നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. സൗജന്യ നിയമസഹായം, തുല്യ ജോലി തുല്യ വേതനം, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഗോവധ നിരോധനം തുടങ്ങിയവയാണ്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കാൻ ആർക്കും അധികാരമില്ല, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ ആകില്ല. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. സൗജന്യ നിയമസഹായം, തുല്യ ജോലി തുല്യവേതനം, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഗോവധ നിരോധനം തുടങ്ങിയവയാണ്. ഇത് മാത്രമല്ല, ഇത് പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ സൗജന്യ നിയമസഹായം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 39A ആണ്. സൗജന്യ നിയമസഹായം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 39A ആണ്. തുല്യ ജോലി തുല്യവേതനം ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 39D ആണ്. ലഹരി വസ്തുക്കളുടെ നിരോധനം ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 47 ആണ്. ഗോവധ നിരോധനം ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 48 ആണ്. ആർട്ടിക്കിൾ തന്നിട്ട് ഇത് പ്രതിപാദിക്കുന്നത് എന്താണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതും പ്രത്യേകം പഠിച്ചു വെക്കുക. ജുഡീഷ്യൽ റിവ്യൂ, മൗലിക അവകാശങ്ങൾ, ആമുഖം, വൈസ് പ്രസിഡന്റ്, ഇംപീച്ച്മെന്റ് ഇവയൊക്കെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്ക അല്ലെങ്കിൽ USA. ജുഡീഷ്യൽ റിവ്യൂ, മൗലിക അവകാശങ്ങൾ, ആമുഖം, വൈസ് പ്രസിഡന്റ്, ഇംപീച്ച്മെന്റ് ഇവയൊക്കെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇത് കൂടാതെ മൗലിക കടമകൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSR അഥവാ റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? USSR അഥവാ റഷ്യ. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. പഞ്ചായത്ത് അംഗം ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? പഞ്ചായത്ത് അംഗം ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര വയസ്സാണ്? 21 വയസ്സ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോക്സഭാംഗം, MLA ഇവയൊക്കെ ആകാൻ വേണ്ടുന്ന കുറഞ്ഞ പ്രായം എത്രയാണ്? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോക്സഭാംഗം, MLA ഒക്കെ ആകാൻ വേണ്ടുന്ന കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. അതുപോലെ തന്നെ രാജ്യസഭ
രാജ്യസഭാംഗം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം ഇവയൊക്കെ ആകാൻ വേണ്ടുന്ന കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭാംഗം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം ഇവയൊക്കെ ആകാൻ വേണ്ടുന്ന കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി, ഗവർണർ ഇവയൊക്കെ ആകാൻ വേണ്ടുന്ന കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഇനി ലോക്സഭ അല്ലെങ്കിൽ നിയമസഭ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ലോക്സഭ അല്ലെങ്കിൽ നിയമസഭ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. അതുപോലെ തന്നെ രാജ്യസഭ അംഗങ്ങൾക്കുള്ള കാലാവധി 6 വർഷമാണ്. ഇനി രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 9. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 20 എണ്ണമാണ്. അപ്പോൾ ഇതിരിഞ്ഞു പോരുത്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ മണ്ഡലങ്ങൾ 9ഉം ലോക്സഭാ മണ്ഡലങ്ങൾ 20 എണ്ണവുമാണ്. ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അപ്പോൾ പാർലമെന്റ് എന്നാൽ എന്താണ്? രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ എന്നിവ ചേർന്നതാണ് പാർലമെന്റ്. പാർലമെന്റ് എന്നാൽ എന്തൊക്കെ ചേർന്നതാണ്? രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ ഇവയൊക്കെ. അപ്പോൾ രാജ്യസഭയുടെ മറ്റൊരു പേര് ഉപരിസഭ എന്നാണ്. ലോക്സഭയുടെ മറ്റൊരു പേര് അധോസഭ എന്നാണ്. അപ്പോൾ ഉപരിസഭ എന്നും അധോസഭ എന്നും കേട്ടാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉപരിസഭ രാജ്യസഭയാണ്, അധോസഭ ലോക്സഭയാണ്. രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ ഇത്രയും ചേർന്നതാണ് പാർലമെന്റ്. ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റ് ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതി. സംസ്ഥാനങ്ങളുടെ തലവൻ ആരാണ്? സംസ്ഥാനങ്ങളുടെ തലവൻ ഗവർണറാണ്. മുഖ്യമന്ത്രിയല്ല, ഗവർണറാണ് സംസ്ഥാനങ്ങളുടെ തലവൻ എന്നറിയപ്പെടുന്നത്. ലോക്സഭയിൽ ഉള്ള അംഗങ്ങൾ 543 പേരാണ്. ഇന്ത്യൻ ലോക്സഭയുടെ അംഗങ്ങളുടെ എണ്ണം 543 ആണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താണ് ചെയ്യുന്നത്? ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ സംയുക്ത സമ്മേളനം അതാണ് ചെയ്യുന്നത്. ആരാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ച് ചേർക്കുന്നത്? അപ്പോൾ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എപ്പോഴും രാഷ്ട്രപതി ആയിരിക്കും. എന്നാൽ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭ സ്പീക്കർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായി പഠിക്കണം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭ സ്പീക്കർ ആയിരിക്കും. സാധാരണ ഒരു ബില്ല് എവിടെയും അവതരിപ്പിക്കാം. എന്നാൽ ധനബിൽ ആദ്യം ലോക്സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്. അതൊരു റൂളാണ്. അപ്പോൾ സാധാരണ ഒരു ബിൽ ഏത് സഭയിലും അവതരിപ്പിക്കാം. എന്നാൽ ധനബിൽ ആദ്യം ലോക്സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ്? ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ അറ്റോർണി ജനറലാണ്. ഈ പദവിയിലെത്തിയ ആദ്യ മലയാളി കെ വേണുഗോപാലാണ്. അറ്റോർണി ജനറൽ പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാണ്? കെ വേണുഗോപാൽ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.